അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് 8ാം ക്ലാസ്സിലെ ദുറൂസിൽ 5ാമത്തെ പാഠം ഫഅ്തൂ ബി സൂറത്തിൻ മിൻ മിസ്ലി, അതിൻ്റെ ഖുറാസ് നോക്കാം. നമുക്ക് നുബയ്യിനു വ്യക്താക്കാനാണ്. വലീദ് പറഞ്ഞു, മുഹമ്മദ് ജ്യോത്സ്യൻ അല്ല. കാരണം ജ്യോത്സ്യന്മാരെ നാം കണ്ടിട്ടുണ്ട്. മുഹമ്മദിൻ്റെ വാക്കുകൾ ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങൾ അല്ല. ഇപ്പോൾ സിമ്പിളാണ്. 2, വലീദ് പറഞ്ഞു, മുഹമ്മദ് ഭ്രാന്തൻ അല്ല. എന്തുകൊണ്ട്? ഭ്രാന്തന്മാരെ നമുക്കറിയാം, അവരുടെ ഭ്രാന്തമായ സംസാരങ്ങളും ചേഷ്ടകളോ മുഹമ്മദിനില്ലല്ലോ. 3, വലീദ് പറഞ്ഞു, മുഹമ്മദ് മാരണക്കാരനല്ല. കാരണമെന്ത്? മാരണക്കാരെ നാം കണ്ടിട്ടുണ്ട്. അവരുടെ കെട്ടുകളോ ഊത്തുകളോ മുഹമ്മദ് പ്രയോഗിക്കുന്നില്ല. 4, മുഹമ്മദ് നബിയെക്കുറിച്ച് വലീദും സംഘവും പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? പിതാവിനും മക്കൾക്കും ഇടയിലും ജ്യേഷ്ഠനും അനുജനും ഇടയിലും പിളർപ്പുണ്ടാക്കുവാൻ വന്ന ജാലവിദ്യക്കാരനാണ് മുഹമ്മദ് എന്ന്. 5, എന്ത് നിർദ്ദേശങ്ങളുമായാണ് ഉഖബത്ത് ബിൻ റബീഅ നബിയെ സമീപിച്ചത്? സമ്പത്തോ നേതൃത്വമോ സ്ത്രീയോ എന്ത് വേണമെങ്കിലും നൽകാം. രോഗമാണെങ്കിൽ ചികിത്സിക്കാം. നുക്കുമിലു വിട്ടുപോയത് ചേർത്ത് ഇതാണ്. 1, ഖുർആൻ വചനങ്ങൾക്ക് വല്ലാത്ത ഡാഷ് ചാതുർവ്യമുണ്ട്, മാധുര്യവും ഡാഷുമുണ്ട്. 2, ഖുർആനിൻ്റെ അടിഭാഗം ഡാഷ് മുകൾ ഭാഗം കായ്കനികൾ നിറഞ്ഞതുമാണ്. അടിഭാഗം ഫലപുഷ്ടവും. 3, ഖുർആൻ മികച്ചു നിൽക്കും. അതിനെ ഡാഷ് മറ്റൊന്നിനും കഴിയില്ല. അതിജയിക്കാൻ മറ്റൊന്നിനും കഴിയില്ല. ഖുർആനിൻ്റെ കീഴിലുള്ളതിനെ എല്ലാം അത് ചവിട്ടി അരക്കും. അവിടെ കീഴിലുള്ളതിനെ ഡാഷ് ഇട്ടോ പൂരിപ്പിക്കാനുള്ളത് ഇനി തഖ്സീസാണ്. ഉഖബത്ത് ബിൻ റബീഅ കേട്ട ഖുർആൻ എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമുക്കൊരു പതിവുണ്ട്. എന്താണെന്നറിയാം, നമ്മളെ പതിവ് ചോദ്യങ്ങളൊക്കെ ബ്ലാക്ക് ആയിരിക്കും, എല്ലാ ക്ലാസ്സിൻ്റെയും ആൻസർ റെഡും ആയിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ തോന്നിയും കാണുന്നത്. എഡിറ്റ് ചെയ്യുന്നില്ല. ആ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അയാൾ നബിയെ അന്വയിപ്പിക്കാൻ ചെന്നതായിരുന്നു. സമ്പത്തോ നേതൃത്വമോ സ്ത്രീയോ എന്ത് വേണമെങ്കിലും നൽകാം, രോഗമാണെങ്കിൽ ചികിത്സിക്കാം എന്നീ നിർദ്ദേശങ്ങളുമായി തിരുനബിയെ സമീപിച്ചു. അദ്ദേഹത്തിന് നബി സൂറത്തുൽ ഫുസ്സിലത്തിലെ ആദ്യ സൂക്തങ്ങൾ ഓതിക്കൊടുത്തു. അദ്ദേഹം അത് ശ്രദ്ധിച്ചു കേട്ടു. ശേഷം ഖുറൈശികൾക്കിടയിലേക്ക് ഇറങ്ങി വന്നു ഇങ്ങനെ പ്രസ്താവിച്ചു, ഞാനൊരു വചനം കേട്ടു, അതിന് തുല്യമായ ഒരു വചനവും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അല്ലാഹുവാണ് സത്യം. ഇത് കവിതയല്ല, ഇത് മാരണമല്ല, ഇത് ജ്യോത്സ്യവുമല്ല. ഖുറൈശി സമൂഹമേ, എന്നെ അനുസരിക്കൂ. ആ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ വാദത്തെയും വെറുതെ വിടൂ. അല്ലാഹു സത്യം. ഞാൻ കേട്ട ഈ വചനത്തിന് മഹോന്നതമായ ഒരു വൃത്താന്തമുണ്ട്. തെറ്റിക്കൽ മഹോന്നതമായ ഒരു വൃത്താന്തമുണ്ട്. അറേബ്യ അവൻ്റെ ആ വചനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മതി, മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. അതല്ല, അവൻ അറബിയിൽ അതിജയിക്കുകയാണെങ്കിൽ അവൻ്റെ അധികാരമായി
നിങ്ങളുടെ അധികാരം, അവൻ്റെ അധികാരമാകും നിങ്ങളുടെ അധികാരം. അവൻ്റെ അധികാരമായി നിങ്ങളുടെ അധികാരം, അവൻ്റെ അന്തസ്സായിരിക്കും നിങ്ങളുടെ അന്തസ്. നിങ്ങൾ അവന് മുഖേന ജനങ്ങൾ ഏറ്റവും ഭാഗ്യമുള്ളവരായിത്തീരും, ഭാഗ്യവാന്മാരായിത്തീരും. അവർ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു, അവൻ്റെ നാവ് കൊണ്ട് നിന്നെ സിഹർ ചെയ്തിരിക്കുന്നു. അവൻ്റെ നാവ് കൊണ്ട്, അതാ മുഹമ്മദ് നബി, അവൻ്റെ നാവ് കൊണ്ട് നിന്നെ സിഹർ ചെയ്തിരിക്കുന്നു. അയാൾ പറഞ്ഞു, അവനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണിത്, നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്ക് ചെയ്യാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പടച്ച റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് നല്ല ആരോഗ്യവും ആഫിയത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടവരെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും തരണേ അല്ലാഹ്. നല്ലവരാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. السلام عليكم.